പഴങ്കഞ്ഞിക്കൊരു തോരൻ എല്ലാവർക്കും നിർബന്ധമാണ് അല്ലേ? അപ്പോൾ പഴങ്കഞ്ഞിയും തൈരും അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനുമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കണ്ടു നോക്കിയാലോ? അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടുമ്പോൾ ഒരു വലിയ സവാള ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ചെറുതായി വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ പച്ചമണം മാറും വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം മതിയാകും. അതുകൂടെ ഒഴിച്ച് അടച്ച് വെച്ച് ചെറു തീയിൽ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് തേങ്ങ, അപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചൂട് കഞ്ഞിയുടെ കൂടെയും പഴങ്കഞ്ഞിയുടെ കൂടെയും നമുക്ക് കൂട്ടി കഴിക്കാൻ നല്ലൊരു തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.